അപ്പൊ പിന്നെ ഉള്ളത് നമുക്ക് ഇതും കൂടെ പെട്ടെന്ന് കട്ട് ചെയ്യാം. സമയം വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. വേഗം കട്ട് ചെയ്തെടുക്കാം. വളരെ കട്ടിയുള്ള പേപ്പേഴ്സ് വെച്ചിട്ടുണ്ടാക്കിയത്. ഇതിനകത്ത് കുറേ സംഭവം ഉണ്ട് കേട്ടോ. ഇത് എപ്പോഴാ വെച്ചാന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. സ്കുഷീസ് ഉണ്ട്, പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇപ്പൊ പൊളിച്ചു നോക്കാം. നമ്മളെ ഇത് ഒരു ക്വറി എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. ഇനി അടുത്ത പൊളിച്ചു നോക്കാം. ഇതിനകത്ത് എന്താണെന്ന് എനിക്കും അറിഞ്ഞൂടാ. ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഭംഗിയായിട്ടുള്ള പൂമ്പാറ്റുള്ള സംഭവമുണ്ട്. ഇതും കൂടെ ഉണ്ട്. ഇതിനകത്ത് സ്കുഷി ആയിരിക്കും എങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് സ്കുഷിയാന്ന് ഉറപ്പിക്കാം. വളരെ ഭംഗിയായിട്ടുള്ള സ്റ്റോൺസ് അടിച്ചിട്ടുള്ള സ്കുഷീസ് ഉണ്ട്. ആൻഡ് ഇതിനകത്തൊന്നും കാണുന്നില്ലിട്ട്. ഇവിടെ എന്തൊരു സംഭവമുണ്ട്. സ്റ്റിക്കിനൊട്ടുണ്ട്, വേറെ ഒന്നും അത്ര ഇതിലില്ല. ഇനി അടുത്ത പൊട്ടിക്കുന്ന ഇതിലൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. പൊട്ടിച്ചപ്പോൾ അത് ഞാൻ ശരിക്കും നിങ്ങൾ കാണിക്കാൻ മറന്നു. ഇത് ഒട്ടിച്ചിട്ട് ഇതാക്കുന്നെല്ലാം ഞാൻ കാണിക്കാൻ മറന്നത് കേട്ടോ. ഇനി അടുത്ത നമുക്ക് പൊളിക്കാനുള്ളത് ഇതാണ്. നമുക്കെല്ലാം പൊളിക്കാം. ഇനി ഇത് ഫ്രൂട്ട്സിൻ്റെ ആണ്. ഇതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സിന്റെ സ്കുഷീസ് ഉണ്ടാവാനാണ് സാധ്യത. എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാവും. ഫ്രൂട്ട്സിന്റെ സ്കുഷീസ് ഉണ്ട്, പിന്നെ ബെറി ഉണ്ട്. വേറെന്താ ഉള്ളത്? ഇതൊരു സിന്നാണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താണെന്ന്. ഇതിനകത്ത് ഇത് രണ്ടും നമ്മളെ ഷൂവിനകത്ത് കൊടുക്കുന്ന സംഭവമില്ല, അതാണ്. പിന്നെ സ്കുഷീസ് ആണ് ഇതിനകത്ത് അധികം ഉള്ളത്. ഇനി അടുത്തത് നമുക്കുള്ളത് ഐസ്ക്രീം. ലാസ്റ്റ് പൊളിക്കാൻ എൻ്റെ ഫേവറേറ്റ് ആണ് ഐസ്ക്രീം. അപ്പം പിന്നെ ഉള്ളത് ഇതാണ്. നമുക്ക് ഇതും കൂടെ പൊളിക്കാൻ ഒരു സങ്കടം. അത്രയും നല്ലോണം ചിത്രമൊക്കെ വരച്ചിട്ട് ഇനി ഞാൻ ലൈൻ ബാഗ് ഉണ്ടാക്കൂല. ഭയങ്കര സങ്കടം. നീ ഉണ്ടായിക്കോ. അപ്പൊ ഇനി അടുത്ത നമുക്ക് ഇത് പൊളിക്കാൻ തുറക്കാനോ ഒന്നുമില്ലല്ലോ. തുറന്ന് കിട്ടിയിട്ടുണ്ട്. അതാ ഇതിനകത്ത് കുറച്ച് എന്തോ സംഭവം ഉണ്ട്. എന്തോ മാർക്കിങ് എന്തോ സംഭവം ഉണ്ട് ഇതിനകത്ത്. ഞാൻ പേപ്പർ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഫുള്ള് ക്വസ്റ്റ്യൻ മാർക്കാണ്. എല്ലാം ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാത്ത ഇല്ല. ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് എന്തോ ഉണ്ട്. ഇത് ജയിച്ച സംഭവം. ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടില്ല ഒരു സംഭവം. ഇതിനകത്ത് ഏതാണ് കിട്ടുന്നതെന്ന്, റെഡ് കളറാണ്, ഇതിൽ ഏതാണ് വിന്നേഴ്സ് എന്ന്, അതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് തുറന്നു നോക്കിയിട്ട് റെഡ് കളറാണ് ഉറപ്പായിട്ടും. റെഡ് കളറാണ് വിന്നർ കേട്ടോ. എല്ലാത്തിലും ഉണ്ടാകും, പക്ഷെ ഞാൻ കാണിക്കായിട്ടാണ്, വെറുതെ സമയം പോകുന്നതുകൊണ്ട് കാണിക്കായിട്ടാണ്. വെറുതെ ഒരു ആവശ്യമില്ല. നല്ല ലൈൻ ബാഗ്സിൽ ഉണ്ടാവാറുണ്ട്. എന്തോ പെട്ടെന്ന് നോക്കിയിട്ട്. പിന്നെ സ്കുഷീസ്. ഇത് ഒരു വെള്ളവും പിന്നെ തീയുമാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ഒന്നും കിട്ടിയില്ലെങ്കിലും ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് നോക്കാം. ലാസ്റ്റ് ഇത് സ്കുഷിയാണ്. ഇനി അടുത്തത് ഇതിനകത്ത് ഇനി വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ലാസ്റ്റ് വൺ ഇത് പൊളിക്കാം. ഇതിനകത്ത് എന്തെല്ലൊക്കെ ഉണ്ട് തോന്നുന്നു, എന്തെല്ലൊക്കെ ഉണ്ട്. അധികവും ഇതിനകത്താണ് കുറെ ഉണ്ടാവുക. ഇത് പൊളിക്കാനൊരു മനസ്സ് വരുന്നില്ല, അത്രയും നല്ല വരച്ചോണ്ട് റിയലിസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മുറിക്കാനൊരു ഇത് വരുന്നില്ല. എന്നാലും മുറിച്ചാലേ പറ്റൂ. എന്തായാലും മുറിക്കാണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഇതിനകത്ത് നിറച്ച് സാധനങ്ങളാട്ടോ, അടിപൊളി സാധനങ്ങളാണ് ഇതിനകത്ത്. ആദ്യം നമുക്ക് എടുത്തു വെക്കുന്നതിന് മുന്നേ ഈ വിക്സൊക്കെ നമുക്കത് അങ്ങോട്ട് നീക്കി വെക്കാം. കത്രിക എല്ലാം മാറ്റിക്കോ, കൈ കുത്തിപ്പിക്ക്. എനിക്കിത് പൊളിക്കുമ്പോൾ ഇത്തിരി വൃത്തി വേണമെന്നൊരു സന്തോഷം. ഓക്കെ, എല്ലാം പൊളിച്ചു. നമുക്ക് ഇതിനകത്തുള്ളത് കാണാം. ഒരു റബ്ബർ ഇതാ,
ദിസ് ഇസ് സ്കുഷിയാണ്, ഉറപ്പാണ്. ഇത് ഞെങ്ങുന്നുണ്ട്. ഞെങ്ങുന്നത് കണ്ട് നമുക്ക് വേഗം മനസ്സിലാക്കാനാവും ഇത് സ്കുഷിയാണെന്ന്. അപ്പം വേഗം മുറിച്ചെടുക്കാം. ഇത് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്, ഇത് മാർക്കറാ, എന്താന്നറിയില്ല. ദിസ് ഈസ് ഐസ്ക്രീമിന്റെ ആയതുകൊണ്ട് ഇത് ഐസ്ക്രീമിന്റെ ആണ് കേട്ടോ ഇപ്പൊ പൊളിച്ചത്. അതിന്റെ ഇതുണ്ട്. പിന്നെ മാർക്കർ ഉണ്ട്, ഒരു കുഞ്ഞി മാർക്കർ ഉണ്ട്. പിന്നെ ഇതാണ് സ്കുഷി. സ്കുഷിയാണ് ഇത്. കുഷിങ് അല്ല, സ്കുഷി. ഇതിനകത്ത് ഇനിയും ഉണ്ട് കൊറേ സാധനം. ഉറപ്പാ ഇതും സ്കുഷിയാണ്, ഉറപ്പിക്കാം. ഭയങ്കര കുടുങ്ങിപ്പോയി. അവിടെ സ്റ്റാപ്ലെയർ അടിച്ചിട്ടുണ്ട് കേട്ടോ, അതിന്റെ പ്രശ്നമാണ്. ഇതും ഒരു സ്കുഷിയാണ്, ഐസ്ക്രീമിന്റെ തന്നെ ഒരു സ്കുഷിയാണ്. പുറത്തെടുക്കല്ലതാണല്ലോ, ഇതാക്കല്ല. ഇതാ പിന്നെ ഒരു ഇതിൽ ഫുള്ള് ക്വസ്റ്റ്യൻ മാർക്സ് ആണ് കേട്ടോ. അതാണ് ഇതിന്റെ ഫുള്ളും പ്രത്യേകത. ഇതിൽ ഫുള്ളും ക്വസ്റ്റ്യൻ മാർക്സ് ആണ്. ഇത് വൈറ്റ് വെള്ളത്തിന്റെ ആണ്, കളിക്കല്ല, ഈ വെള്ളത്തിന്റെ ആണ്. ഇനി അടുത്തത് നമുക്ക് ഇത് പഠിക്കാം. ഫുള്ള് സ്കുഷിങ് ആണ്, ഉറപ്പാണ്. സ്കുഷിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ഇതിനകത്ത് അധികവും വെക്കുക. ഇത് ജെറിന്റെ ആണ്. ഇനി അടുത്ത നമുക്ക് നോക്കാം. പൊളിച്ചതാണ് ചോദിച്ചാൽ ആണ്. ഇതിനകത്ത് വിന്നർ ആയത് വേറെന്തോ ആണ്. വിന്നർ എൻ്റെ ഉണ്ട്, എന്തെല്ലോ ഉണ്ട് കേട്ടോ. 1 മിനിറ്റ്. ഇത് പൊളിക്കുമ്പോ ഇതിനകത്ത് എന്തെല്ലോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല, ഇപ്പൊ പൊളിച്ചേരാണ് എല്ലാം ഓർമ്മ വന്നത്. ദിസ് ഈസ് എന്താണെന്നൊന്നും എനക്കും അറിഞ്ഞ ഒരു എഴുത്തും പിടിയില്ല. അന്ന് വെച്ചേരുള്ളതല്ലാണ്ട് ഇതിനകത്ത് വിന്നർ, ഈ ഐസ്ക്രീമിനകത്ത് വിന്നർ ആരാന്ന് വെച്ചാല് ഇതാണ് ഇതിനകത്തുള്ള വിന്നർ കേട്ടോ. അത് തന്നെ ഫസ്റ്റ് കൊടുക്കുന്നതായിരിക്കില്ല, അതിന്റെ നടുവിലുള്ളതും വരാൻ കാര്യമുണ്ട്. ഇനി ഇതിനകത്ത് പൊളിക്കാൻ ഒന്നും ബാക്കിയില്ല. അപ്പം ബൈ ബൈ, എല്ലാവർക്കും ബൈ 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 ബൈ.